രാഹുൽ മാങ്കൂട്ടത്തിലെ വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കം സജീവം. രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നെന്നും രാഹുലിന് പിന്തുണ വർദ്ധിച്ചെന്നുമാണ് പാലക്കാട്ടെ വിലയിരുത്തൽ. പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും KPCC ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. 20 ദിവസത്തിലധികമായി രാഹുൽ പാലക്കാട്ടെത്തിയിട്ട് യുവനടിയുടെ പരാതി ഉയർന്നതിന് പിന്നാലെ മണ്ഡലകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും അടൂരിലെ വീട്ടിലിരുന്നാണ്. എന്നാൽ കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് DCC KPCC അറിയിച്ചിട്ടുണ്ട്. BJPക്ക് മേധാവിത്വമുള്ള മണ്ഡലത്തിൽ ഇനിയും മാറി നിൽക്കുന്നത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. രാഹുലിന്റേത് അടഞ്ഞ അധ്യായമെന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞെങ്കിലും വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട്. രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് DCC പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ: KPCCയുടെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ നിലയ്ക്ക് ഇന്നതാണ് തീരുമാനം, അത് നടപ്പിലാക്കണം. എന്ത് തീരുമാനമാണെങ്കിലും അത് നടപ്പിലാക്കുക എന്നാണ് ജില്ലാ കോൺഗ്രസിന്റെ കടമ. അത് ഉറപ്പായിട്ടും അത് നടപ്പിലാക്കും. ആരോപണം വന്ന സമയത്ത് രാഷ്ട്രീയ സാഹചര്യം. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് എല്ലാവരും ആഗ്രഹിച്ചതും കേൾക്കാൻ ആഗ്രഹിച്ചതും അതിലേറെ ഒരുപാടധികം പേരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പാലക്കാട് DCC തയ്യാറാണെന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സംരക്ഷണം ഒരുക്കും. ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളോ ക്യാമ്പയിനുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാഞ്ഞെടുക്കാൻ തക്കം പാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താക്കീത് കൂടി നൽകിക്കൊണ്ടാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രസ്താവന മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഗസ്റ്റ് 20 സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പൊതുമധ്യത്തിലൂടെയും ചില വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈയും കഴുകി പോയവർ ഒരു പരാതി പോലും നൽകാതെ, ഒരു നിയമാനുസൃതമായ നടപടികൾ തുടക്കം വെക്കാതെ, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൂരി ഈ സമൂഹത്തിൽ ആഘോഷിച്ച് നടക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണ പൊതുമധ്യത്തിലും പൊതുസമൂഹത്തിലും വളരെ വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് പാലക്കാട് DCC ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഇപ്പോ പാലക്കാട് DCC പ്രസിഡന്റായിട്ടുള്ള തങ്കപ്പൻ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പാലക്കാടിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്ത അവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടും DCC പ്രസിഡന്റ് പറയുന്നു, പാലക്കാടിന്റെ മണ്ണിലേക്ക് രാഹുൽ തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതായത് രാഹുലിനെ വേട്ടയാടിയവർക്കുള്ള താക്കീത്, രാഹുലിനെ കുത്തിക്കീറാൻ മാധ്യമ വിചാരണ നടത്താൻ മുന്നിൽ നിന്ന മാധ്യമങ്ങൾക്കുള്ള താക്കീടാവുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു. ഇന്ന് ഈ തങ്കപ്പന്റെ ഈ വാക്കുകൾ, അതായത് KPCC നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനിയും രാഹുൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ആദ്യം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രാഹുൽ മണ്ഡലത്തിൽ സജീവമാവേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 2.5 വർഷത്തെ കാലത്തേക്ക് ആദ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ MLA എന്ന നിലയിൽ 1.5 വർഷമായിട്ടുണ്ട് ഇപ്പോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട്. ഈ 1.5 വർഷം കൊണ്ട് ഒരു MLA എന്ന നിലയിൽ അയാൾ വലിയ ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു പ്രവർത്തനങ്ങളുമായിട്ട്. പാലക്കാടിന്റെ മണ്ണിൽ ഒരുപാടധികം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അയാൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ തുടക്കം കുറിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പരിപൂർണത ഉണ്ടാക്കാൻ, അതൊക്കെ പൂർത്തീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് മണ്ഡലത്തിൽ ഉണ്ടാവണമെന്ന് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് DCC പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്തുണ്ടായ ആ ഒരു അന്തരീക്ഷവും ആ ഒരു സാഹചര്യവുമല്ല ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം അത് മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് കൂടി അവർ വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തലിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന ഈ വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ്. ആ പിന്തുണ എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ പിന്തുണക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവ്, അതാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ നമ്മുടെ മുന്നിലൊക്കെയുള്ള സുപ്രധാനമായ സന്തോഷകരമായ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. അതിന് പാലക്കാട് DCC മുൻകൈയെടുക്കുന്നു എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട സംരക്ഷണവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധങ്ങളും
അതൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ്, എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. എല്ലാത്തിനെയും നേരിടേണ്ട രീതിയിൽ അതിന് കായികപരമായിട്ട് നേരിടണമെങ്കിൽ അങ്ങനെ തന്നെ നേരിടുമെന്നുള്ള ഉറപ്പ് തരികയാണ് DCC പ്രസിഡന്റ്. ഇത്ര ആർജവമുള്ള നിലപാട്, അതിനപ്പുറത്തേക്ക് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിച്ച നിലപാട്, ഓരോ പാർട്ടി പിന്തുണക്കുന്നവരും ആഗ്രഹിച്ച നിലപാട്, ഓരോ പാർട്ടി അനുഭാവിയും ആഗ്രഹിച്ച നിലപാട്, അതിനപ്പുറത്തേക്ക് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സ് തൊട്ടറിഞ്ഞ നിലപാട്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് എല്ലാ കോൺഗ്രസ്സുകാരനും, ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും പോലും, ഈ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്തവർ പോലും രാഹുൽ എന്ന് പറയുന്ന യുവ നേതാവിന്റെ തിരിച്ചുവരവ് ഒരുപാടധികം ആഗ്രഹിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഒരുപാടധികം വീട്ടമ്മമാരുടെ, പ്രായമായ സ്ത്രീകളുടെ ഒക്കെ പ്രാർത്ഥന. കാരണം നമ്മളെല്ലാ ദിവസവും വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞ പിന്തുണയുമായി എത്തുന്ന പ്രേക്ഷകർ. പിന്തുണ എന്ന് പറയുന്നത് വീഡിയോയിൽ സംസാരിക്കുന്ന എനക്കല്ല, വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യത്തിനാണ് പിന്തുണ. രാഹുൽ മാങ്കൂട്ടത്തിനാണ് പിന്തുണ. ആ പിന്തുണ നേതൃത്വം തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, രാഹുലിനെ ഉടനടി അയാളെ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിക്കാനുള്ള എല്ലാവിധ പ്രാരംഭ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായ കാര്യം. ഇതല്ലെങ്കിലും നമ്മൾ മുൻകൂട്ടി പ്രവചിച്ച ഒരു കാര്യമാണ്. മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 15-ന്, അതായത് സെപ്റ്റംബർ 15-ന് നിയമസഭയുടെ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്ന് മാത്രമല്ല, ഈ നിയമസഭാ സമ്മേളനം 15-ാം തീയതി തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്തേക്ക് രാഹുൽ യാത്ര തിരിക്കുന്നത് അടൂരിൽ നിന്നായിരിക്കില്ല, നേരെ മറിച്ച് രാഹുൽ പാലക്കാട്ട് നിന്നായിരിക്കും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് എന്നുകൂടി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏതൊക്കെയാണെങ്കിലും ആ ഒരു വഴിയിലേക്ക് നീങ്ങുകയാണ്. കുറച്ചൊക്കെ VD സതീശൻ അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ ഒക്കില്ല. കാരണം അദ്ദേഹം നിലപാടെടുത്തത് ഈ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അവരൊരിക്കലും തല കുനിക്കരുത്, അവരൊരിക്കലും പ്രതിരോധത്തിലാവരുത് എന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം നിലപാടെടുത്തത്. ബട്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ അല്ല എന്ന് മാത്രമല്ല, ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ രാഹുലിനെ ഇനി മാറ്റി നിർത്തേണ്ടതില്ല. അയാൾ തിരിച്ചു വരണം, അയാൾ പാലക്കാട് ഉണ്ടാവണം, അയാൾ പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാവണം. അയാൾ പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങി വെച്ചിരിക്കുന്ന സ്മാർട്ട് എന്ന പദ്ധതിയിൽ അതിൽ ഭവനങ്ങളുണ്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ ഹെൽപ്പുകളുണ്ട്. ഇത്തരത്തിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടൻ തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ എല്ലാ പദ്ധതികളും അയാൾ പൂർത്തീകരിക്കണം. എന്തിനധികം ഈ ഓഗസ്റ്റ് 20-ന് ഈ ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ്, ഈ കോലാഹലങ്ങൾ, ഈ മാധ്യമ വിചാരണകൾ, ഈ വേട്ടയാടലുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഓഗസ്റ്റ് 19-നാണ് പാലക്കാടിന്റെ മണ്ണിൽ 20 വീടുകൾക്കുള്ള പ്രവർത്തന ആരംഭം അദ്ദേഹം തുടക്കം കുറിച്ചത്. ആ തുടക്കം കുറിച്ച വീടുകളുടെ പൂർത്തീകരണം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. കാരണം പാലക്കാടിന്റെ മണ്ണിൽ ആ വീടുകൾ ആവശ്യമുള്ള, അതിന് കഴിയാത്തവർ ഒരു ജീവിതകാലം കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ കഴിയാത്ത 20 പേർക്കാണ് രാഹുൽ മാങ്കൂട്ടം വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വീടുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കണം. അയാൾ പാലക്കാടിന്റെ മണ്ണിൽ വേണം. എന്താണെങ്കിലും നേതൃത്വത്തിന് വലിയ ഒരു അഭിനന്ദനങ്ങളുണ്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും രാഹുലിനെതിരെ നിങ്ങളെടുത്ത നിലപാട്, ആ നിലപാടിനെ ഞങ്ങൾ പ്രശംസിക്കുന്നു, കൂടെ നിൽക്കുന്നു. കാരണം ഈ പാർട്ടി പ്രതിസന്ധിയിലാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. ബട്ട് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്നത്, രാഹുലിനെതിരെ പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഈ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ എല്ലാം ശുദ്ധ അസംബന്ധമാണ്. അതോടൊപ്പം തന്നെ ഇത് അടിസ്ഥാനരഹിതമാണ്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ KPCC പ്രസിഡന്റിനോട് സംസാരിക്കുന്നു. അതുപോലെ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. DCCക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം രാഹുൽ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ഈ പാർട്ടി തളർന്നു പോയ അവസരത്തിൽ, ഈ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ, ഈ പ്രസ്ഥാനം ബാക്കിയുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അന്ന് ഈ പാർട്ടിയെ മെറിറ്റ് പറഞ്ഞ് പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന പോരാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ അങ്ങനെ മാറ്റി നിർത്താൻ നമ്മൾക്ക് കഴിയില്ല, ഈ പ്രസ്ഥാനത്തിന് കഴിയില്ല. അത് പ്രസ്ഥാനം ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഇച്ചിരി വൈകി എന്നുള്ള ഒരു പരാതിയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ തിരിച്ചറിവ് കുറച്ച് വൈകിയാണ് എന്നുള്ള പരാതിയുണ്ട്. ആ പരാതികൾക്ക് ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല. ഇപ്പോൾ വേണ്ടത് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തണം. അത് എന്നാണെന്നുള്ളത് അടുത്ത ദിവസം തന്നെ നമുക്കറിയണം. കാരണം 15-ന് പാലക്കാടിന്റെ മണ്ണിൽ നിന്നായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് യാത്ര തിരിക്കുന്നത്. അത് മാത്രമല്ല, നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ അയാൾ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തണം. അയാൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം. പാലക്കാടിന്റെ മക്കൾക്ക് അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവരുടെ MLA പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടാവണം. അതോടൊപ്പം പാലക്കാടിന്റെ മക്കൾ നൽകുന്ന എല്ലാവിധ പിന്തുണയും സ്നേഹവും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹിക്കുന്നുണ്ട്. അയാൾ അത് നേരിട്ട് വാങ്ങാൻ അയാൾ അർഹനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്നേഹങ്ങളും ആദരങ്ങളും ഒക്കെ അയാൾക്ക് ലഭിക്കുകയും വേണം. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാണ്. അയാൾ ഊർജ്ജസ്വലനായ, അറിവുള്ള, വിവേകമുള്ള, കഴിവുള്ള, എല്ലാം ഒത്തിണങ്ങിയ ഒരു മുന്നണി പോരാളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അയാളെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പറ്റിയ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ അയാൾ ഉണ്ടായേ മതിയാവൂ. അയാൾക്കൊരു അവസരം കൂടി കൊടുക്കണം. കാരണം ഈ മനുഷ്യരല്ലേ, തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഇൻ കേസ് ഇനി അയാൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ തിരുത്തി നല്ല രീതിയിൽ അയാൾക്കൊരു അവസരം കൊടുത്ത് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അയാൾ ഉണ്ടാവട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ശുഭവാർത്തയാണ് ഇന്നത്തെ പുലരിയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്.